ഇടുക്കിയിലെ സർക്കാർ വേദിയിൽ റാപ്പർ വേടൻ ഇന്ന് പാടുകയാണ്. വേടനെതിരായ കേസിനെ തുടർന്ന് റദ്ദാക്കിയ പരിപാടിയാണ് പുതിയ സാഹചര്യത്തിൽ വീണ്ടും സംഘടിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വാഴത്തോപ്പ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന വിപണന മേള വേദിയിലാണ് ഇന്ന് വേടന്റെ റാപ്പ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാലി മുഹമ്മദ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സാലി, ഈ പരിപാടി ആദ്യം റദ്ദാക്കിയിരുന്നതാണ്, പിന്നീട് പുതിയ സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. പുലിപ്പല്ല് കേസിൽ വനം വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അതിനെ അംഗീകരിച്ചുകൊണ്ട് വേടനെ ഒരു വേദിയിലും മാറ്റി നിർത്തില്ല എന്നത് മുഖ്യമന്ത്രി അടക്കം പറയുന്ന നിലയിലേക്ക് വന്നു. ഇന്ന് ഈ പരിപാടി എപ്പോഴാണ്, എങ്ങനെയൊക്കെ? അതായത് നമുക്കറിയുന്ന പോലെ 29-ന് ഈ പരിപാടി നിശ്ചയിച്ചിരുന്നതാണ്. ഇതേ വേദിയുടെ ഉദ്ഘാടന ചടങ്ങിൽ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഉള്ള വിപണനമേള, ഇടുക്കി ജില്ലയിലെ വിപണനമേള വാഴത്തോപ്പിലാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് 29-നാണ് ഈ പരിപാടി, ഈ വേടൻ്റെ സംഗീത നിശ സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ അന്ന് നമുക്കറിയാം, എൻ്റെ തലേ ദിവസം വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലാവുന്നു. പിന്നീട് അതിൽ ജാമ്യം ലഭിച്ചു. പക്ഷേ മറ്റൊരു കേസിൽ, വനം വകുപ്പ് പുലിപ്പല്ല് കേസിൽ അറസ്റ്റിലാവുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതോടുകൂടി വേടൻ്റെ അന്നത്തെ പരിപാടി സർക്കാർ ക്യാൻസൽ ചെയ്യുകയാണുണ്ടായത്. പക്ഷേ നമുക്കറിയാം, സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. വേടൻ തൻ്റെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട കേസിൽ താൻ കുറ്റം പറയുകയും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ വളരെ പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് വേടൻ പോയി. ഒപ്പം പുലിപ്പല്ല് കേസിൽ വേടൻ അനുകൂലമായൊരു പൊതുവികാരം ഉയർന്നു. കാരണം അക്കാര്യത്തിൽ വനം വകുപ്പ് എടുത്തൊരു സമീപനത്തിൽ ഒരമിത വേഗത ഉണ്ടായിരുന്നു എന്ന കാര്യം പൊതുവിൽ വിമർശനമുയർന്നു. ഇടതു നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അക്കാര്യത്തിൽ വേടനോടൊപ്പം നിൽക്കുന്നൊരു സമീപനമാണ് സ്വീകരിക്കുകയും ചെയ്തത്. സാംസ്കാരിക പ്രവർത്തകരും CPM-ൻ്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരും വേടനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു. അപ്പം വേടനൊരു കലാകാരൻ എന്ന നിലയ്ക്ക് അംഗീകരിക്കണം. മറ്റൊന്ന്, ഈ പുലിപ്പല്ല് കേസിൽ വനം വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന ആ നടപടികൾ, അത് പുലിപ്പല്ലാണെന്ന് തെളിയുന്നതിന് മുമ്പ് തന്നെ അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അതിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യുന്നു. കോടതി അയാൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് നൽകുന്ന ഉത്തരവിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇതിൽ ഒരു പരിശോധന ആവശ്യമാണ്. ഒരു അർത്ഥത്തിൽ വനം വകുപ്പിന് വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു സംഭവമാണിത്. അവർ നിയമപരമായി പ്രവർത്തിച്ചു എന്നവർക്ക് അവകാശപ്പെടാം. പക്ഷേ അതിൽ അല്പം കൂടി ഒരു വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു വിമർശനമുണ്ട്. അപ്പോഴാണ് സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു കാര്യം തീരുമാനിച്ചു, വേടന് വേദി കൊടുക്കണം എന്ന കാര്യത്തിൽ. അതാണ് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. വൈകിട്ട് 7:30, 8 മണിയെങ്കിലും ആകുമെന്നാണ് കരുതുന്നത്. 7:30 നിശ്ചയിച്ചിരിക്കുന്നത്. വാഴത്തോപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സമാപനമാണ്. സമാപനം ധനമന്ത്രി KN ബാലഗോപാൽ 6 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് വേടൻ്റെ പൊതുപരിപാടി എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ആൾക്കൂട്ടം ഉണ്ടാകും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വേടന് മുമ്പ് തന്നെ ഒരുപാട് ആരാധകരുണ്ട്. യൂത്ത് വലിയ തോതിൽ ഒഴുകിയെത്താറുണ്ട്. ഒപ്പം ഇന്ന് സ്വാഭാവികമായും ഈ പുതിയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ പേർ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വലിയ ആൾക്കൂട്ടം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, സർക്കാർ പരിപാടിയിൽ വേടൻ ഇന്ന് പങ്കെടുക്കുകയാണ്. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേസിന്റെ പശ്ചാത്തലത്തിൽ ആ പരിപാടി ഒഴിവാക്കിയതാണ്. പക്ഷേ പിന്നീട് കേസിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഒപ്പം വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഒപ്പം ഈ വേടന് പരിപാടി നിഷേധിക്കപ്പെടില്ല എന്നത് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇന്ന് സർക്കാർ പരിപാടിയിൽ ഇടുക്കിയിൽ വേടന്റെ റാപ്പ് പരിപാടി സംഘടിപ്പിക്കുകയാണ്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.